ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, സ്നേഹം. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണതേ രണ്ട് സ്ഥലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. എന്താന്ന് പറയട്ടെ, ഞാൻ 2-3 ദിവസം ഇപ്പോൾ സ്കൂളിനൊക്കെ ലീവ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലീവ് എന്ന് കേട്ടപ്പോൾ ഞാൻ മീനങ്ങാടിക്ക് പോകാമെന്നുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ ആയിട്ടോ ഞാൻ പുറേ പോയിട്ട് 4-5 മാസം എങ്ങനെ അയക്കണം. ഒന്നെങ്കിൽ സ്കൂള് അല്ലെ മദ്രസ് ഇതുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോക്ക് നടക്കൂല. പിന്നെ കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ലീവിനൊന്നും ഞാൻ അങ്ങനെ പോവലും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് മദ്രസിനാണെങ്കിൽ റേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മദ്രസും ലീവാണ്. വെള്ളിയാഴ്ച പിന്നെ എന്തായാലും ഇല്ല. അപ്പം ഞാൻ ഇന്ന് കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ട് മെല്ലെ അങ്ങോട്ട് പോകാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. ഇന്നലെ തീരുമാനിച്ചാണ്. അപ്പോൾ രാവിലെ തന്നെ വേഗം പണി തീർക്കുകയാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കണ്ട. രാവിലെ പാക്കറ്റ് പൊറാട്ട ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒരു 50 ഉറുപ്പ്യന് ഒരിത്തിരി ചിക്കൻ അങ്ങോട്ട് വാങ്ങി അതിനോട്ട് വേഗം അങ്ങോട്ട് മുളകിട്ട് അവിടെ വെച്ചാണ്. പൊറോട്ടക്ക് ചിക്കൻ കറി തന്നെ വേണമെന്ന് മക്കൾക്ക്. അപ്പോൾ പിന്നെ രാവിലെ ഒരിത്തിരി വാങ്ങിയിട്ട് വേഗം കൊണ്ട് മുളകിട്ടാതെ അവിടെ വെച്ചിട്ടുണ്ട്. പൊറോട്ട ഇനിയിപ്പോൾ ചുടണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് വന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് വെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. തണുപ്പ് ആയതുകൊണ്ട് തന്നെ ആരും പച്ചവെള്ളത്തിൽ കുളിക്കൂല. അപ്പോൾ എല്ലാവർക്കും ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ ഞാൻ തീ കത്തിച്ച് 2 ചകിരിയും ചിരട്ടയൊക്കെ അങ്ങോട്ടിട്ട് നമ്മളെ ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചൂടാവുന്നതിനനുസരിച്ച് ചായ കുടി കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കുളിച്ചിങ്ങോട്ട് കയറാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളങ്ങോട്ട് തീർക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എല്ലാ പണികളും തീർത്തിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പണികളെടുക്കാതെ അങ്ങനെ പോണ വഴിക്ക് പോകുന്ന ഒരു ഇഷ്ടമില്ല കേട്ടോ. എല്ലാം തീർക്കണം. അപ്പോൾ ഞാൻ വേഗത കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ട പിന്നെ തിന്നാൻ നേരത്തെ വേഗം ഇങ്ങോട്ട് ചുടാലോ വിചാരിച്ചിട്ടേനു. അപ്പോൾ വേഗം തീ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അകൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി അതും നിച്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മുറ്റത്ത് കാര്യമായിട്ട് അടിക്കാനൊന്നുമില്ല. എന്നാലും ആ ചൂലെടുത്തൊന്ന് വെറുതെ ഒന്ന് തോണ്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. മുറ്റത്ത് ഇതാ 2ാമത്തെ ട്രിപ്പ് പച്ച പരവതാനി വിരിച്ച പോലെ അങ്ങോട്ട് വന്നിക്കണ് പുല്ല്. സംഭവം വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും. പക്ഷേ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. എന്താ ഒരു കോലം എന്നൊക്കെ വിചാരിക്കും ഞാൻ. പക്ഷേ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നല്ല വെയിൽ വന്നിട്ട് ഒന്ന് മരുന്നടിച്ച് നോക്കേണ്ടി വരും. എന്നാലേ ഇപ്പം ഇത് കരിഞ്ഞു പോവുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിലുള്ളത്. നമ്മൾ ചെത്തി മടുത്തണം. എന്തായാലും ചെത്തണ ഞമ്മക്കും ഉളുപ്പില്ല, മുളയ്ക്കണ പുല്ലിനും ഉളുപ്പില്ല എന്ന് പറഞ്ഞ പോലെയാണ് മുറ്റത്തതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ചകിരിയും ചിരട്ടയൊക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടേനി കേട്ടോ. എന്നാൽ പിന്നെ അത് കത്തി തീർന്നതിനനുസരിച്ചേ ബാക്കിയുള്ളതാണ്ട് വെച്ച് കൊടുത്താൽ വെള്ളം അങ്ങനെ ചൂടായിക്കോളും. അപ്പോൾ ഞാൻ അടിച്ചു വാരി വരുമ്പോഴേക്കും ഞാൻ ഇക്കാനോട് പറഞ്ഞു ഒന്ന് പൊറോട്ട ചുട്ടേക്കാൻ. പിന്നെ നിങ്ങളൊന്ന് ചുട്ട് വെക്കിയെന്ന് പറഞ്ഞപ്പോൾ അത് ഇക്കയും കുട്ടികളും കൂടെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചുടുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ പാഞ്ഞ് കയറി നോക്കി നിൽക്കുന്നുണ്ട്. ഇക്ക ചുടുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു ഇക്ക ചുടുകയാണെങ്കിൽ എനിക്ക് ബാക്കി പാത്രം കഴുകാനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എന്നാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് നല്ല സെറ്റപ്പ് തന്നെ ചുട്ടോട്ടെ. ഞാൻ ചുട്ടിട്ട് ഇനി നന്നാവാണ്ടാവണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ ഇക്കാനെ ഏൽപ്പിച്ചതേനു. അപ്പോൾ പിന്നെ ഇതാ ഇക്ക അത് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പാക്കറ്റ് നമുക്ക് എല്ലാവർക്കും പാകത്തിന് വെള്ളം കഴിക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിച്ചൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അത് നിങ്ങൾ തന്നെ ചുട്ടാളാം, ഞാൻ ചുട്ടാൽ ചിലപ്പോൾ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ട് ഏൽപ്പിച്ചിട്ട് പോയതേനു. എന്നാലും ഇക്കുള്ള സമയത്ത് ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എവിടെയും പോവേണ്ടതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ അങ്ങനെ ചെയ്ത് തരലൊക്കെ ഉണ്ട്. അപ്പം പൊറോട്ടയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കറിയും ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നതേനു. ഇന്നിപ്പം എല്ലാവരും ഉണ്ട്, ആർക്കും എവിടെയും പോകാനും ഒന്നുമില്ല. മദ്രസ് കുട്ടികൾക്ക് ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഓരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒപ്പരം തന്നെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതേനു. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലേനു. എനിക്ക് പോവേണ്ടത് കൊണ്ട് തന്നെ വേഗം ബാക്കിയുള്ള പണികൾ തീർക്കുക എന്നുള്ള ലക്ഷ്യം കേട്ടോ. 12 മണിക്ക് ഉള്ള ബസ്സിന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിച്ച് എണീറ്റ് പിന്നെ ഷഡപടെ പണിയെടുക്കലേനു. പിന്നെ നമ്മളെ കുളിയും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിയുമ്പോൾ തന്നെ നേരമാവുമല്ലോ. അതുകൊണ്ട് പിന്നെ വേറെ ബാക്കിയുള്ള വീഡിയോ എടുക്കാനൊന്നും വേണ്ടി ഞാൻ അങ്ങനെ നിന്നിട്ടില്ലേനു കേട്ടോ. പിന്നെ പുറേ പോയിട്ട് അങ്ങനെ അല്ലറ ചില്ലറായിട്ട് അങ്ങനെ
എടുത്തതേനു. ചിലപ്പോൾ ഇതുപോലെ ഇരുന്ന് നമ്മൾ ചോറ് കഴിക്കൽ അധികവും രാത്രി മാത്രമായിരിക്കും കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒപ്പരം ഇരിക്കൽ. കാരണം രാവിലെ എന്നൊക്കെ പറയുമ്പം ഓരോരുത്തർ ഓരോരോ സമയത്താണ് പോവുക. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ കുടിച്ചിട്ട് പോകും. പിന്നെ ഉച്ചക്കാണെങ്കിൽ അധികവും ഞാനും നാച്ചിമോനും തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉച്ചക്കും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ രാത്രി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതുപോലെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും ചോറ് കഴിക്കാനൊക്കെ നിൽക്കൽ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞാൻ വേഗം പാത്രം കഴുകുകയാണ്. നിച്ചുമോളോട് അകമൊക്കെ നന്നാക്കി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. ഓള് അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചൊക്കെ വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകൽ പരിപാടിയിലാണ്. പിന്നെ തുടക്കലും തിരുമ്പലും ഒക്കെ ചെയ്യാനുണ്ട്. തിരുമ്പാനൊന്നും ഉള്ളത് ഇവിടെ കൂട്ടിയിട്ടിട്ട് പോകുമൊന്നുമില്ല കേട്ടോ. വന്നാൽ പിന്നെ ഒരു ലോഡ് ഉണ്ടാവും. അതുമല്ല ഇക്കയും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോഴേക്കും കഴിച്ച് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പരമാവധി ഉള്ളതൊക്കെ തീർത്തിട്ട് തന്നെയാണ് കേട്ടോ പോവൽ. നാസിമോനുണ്ട് എൻ്റെ മടിയിൽ, കരഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓനൊക്കെ മെല്ലെ മിണ്ടാണ്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് മടിയിൽ ഇരുത്തിയിട്ടാണ് ഇപ്പം വീഡിയോക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചുണ്ടാക്കൽ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ ക്ലീനാക്കി, ഒരു സാധനങ്ങളും വെച്ചില്ല കേട്ടോ. ഒക്കെ എല്ലാം തീർത്തൊക്കെ കഴുകി ഒക്കെ ഒഴിവാക്കി കഴുകി ഒക്കെ വൃത്തിയാക്കി നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതാ. മക്കളെയൊക്കെ മാറ്റലൊക്കെ കഴിഞ്ഞാണ്, എൻ്റെ മാറ്റലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു രണ്ടാളെ ഒരുക്കം കൂടിയാണ് ഇപ്പം ഇനി കഴിയാനുള്ളത്. നാസിമോനെ ഞാൻ മാറ്റി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നാഫീൻ്റെതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിച്ചുമോളതും എൻ്റെ തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഏകദേശം ബസ് വരാനുള്ള സമയം ആയിക്കണം. അപ്പോൾ കുറച്ച് മേലേക്ക് പോകണമല്ലോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ഇറങ്ങി നമ്മൾ ഗ്രഹനാഥ ഇതാ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മേലെ തന്നെ നിന്നാൽ തന്നെ നമുക്ക് ബസ് കിട്ടും. കുറേ ദൂരത്തേക്ക് പോകാനൊന്നുമില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ബാവലിയിൽ നിന്ന് പുൽപ്പള്ളി വഴിയാണ് പോണത്. പുൽപ്പള്ളിയിൽ നിന്ന് മീനങ്ങാടിക്ക് നേരിട്ട് ബസ്സുണ്ട്. അപ്പോൾ ഫുള്ള് സ്റ്റാൻഡിൽ തന്നെയാണ് ഇറങ്ങാനുള്ളത്. ഇനി ഇതിലൊക്കെ പോകുമ്പോൾ നല്ല വയലും ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു പോവലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ബസ്സിൽ ഫോറസ്റ്റിലാണ് അധികം. പുൽപ്പള്ളിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഫോറസ്റ്റിൻ്റെ അതിലങ്ങനെ ആ ഒരു തന്നെയാണ് പോവുക. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതിലേക്ക് ഇങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ കേട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളിതാ മീനങ്ങാടി എത്തിയാണ്. അപ്പോൾ ഉപ്പച്ചി ഉണ്ടായിരുന്നു അവിടെ, അനിയത്തി ഉണ്ടായിരുന്നു, ഓളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ പിന്നെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഇത് ഓരോ ചിക്കൻ റോളും ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ ചായ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഉപ്പച്ചിനെ കണ്ടപ്പം അവർക്ക് ചായ വേണമെന്നായി. അപ്പോൾ പിന്നെ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച് പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളെ കൂടെ പണ്ട് പഠിച്ചവരാണ്, പിന്നെ നമ്മളെ സബ്സ്ക്രൈബറാണ്, വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ, എൻ്റെ കൂട്ടുകാരത്തികളൊക്കെയാണ്. അപ്പോൾ ഓരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. അവരോടൊക്കെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന്. പിന്നെ ഉപ്പച്ചീൻ്റെ പുരയിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഉപ്പച്ചീൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ പുരയിലേക്ക്. അപ്പോൾ ഇതാ പുരയിലേക്ക് വന്ന് കയറുകയാണ്. ഇവിടുന്ന് ഞാൻ വല്ലാണ്ട് ഇവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു നേരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇനി കേട്ടോ. നമ്മളവിടുത്തെ പോലെ ആ ഒരു നേക്ക് അറിയണില്ലേനു വീഡിയോ എടുക്കാനുള്ള. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഉപ്പച്ചി എല്ലും കപ്പയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തേക്കോ രാത്രിക്കേക്കോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങളിത് അതിൻ്റെ പണിയിലാണ്. കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലും ഇതും കുക്കറിൽ അതും ഇടണം. പിന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും സേമിയ പായസമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊട്ടടുത്തുള്ളിടത്തു നിന്ന് അതാ. അപ്പോൾ അതാണ് കുട്ടികളൊക്കെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയും സല്ലാസും പിന്നെ സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലെന്തോ പരിപാടി ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തന്നതേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു വന്നപാടന്നെ പിന്നെ ഇതാ ഞാൻ കുക്കറിൽ ഇതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അടുപ്പത്താണ് കപ്പ, അടുപ്പത്ത് വെച്ചാണ്. ഉപ്പച്ചിയാണ് കേട്ടോ കപ്പയൊക്കെ മുറിച്ച് ഒന്ന് കഴുകിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചാണ്. പിന്നെ ഇതാ ഒരാൾ കുക്കറിൽ വേഗം എല്ലിൻ്റെതും കൂടെ ആക്കണുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ റെസിപ്പി ആയിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ലേനു. പിന്നെ ഇപ്പോൾ ഇതാ മക്കൾ പുറത്ത് പിന്നെ കണ്ട ആ ഒരു കളിയും പുകയാണ്. ഓരെല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കപ്പയും ഒക്കെ സെറ്റ് ആയിക്കണ്. അപ്പോൾ ഇതാ ഒന്ന് നല്ലോണം ഉടച്ച് നല്ല മന്തൊക്കെ ഇട്ട് നല്ല ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതായി എല്ലാവരും നല്ലൊരു കട്ടൻ ചായം വെച്ചാൽ വേഗം ചായയൊക്കെ കുടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. ഇപ്പം നാസിമോൻ ഇതൊറ്റക്ക് തന്നെ സൈക്കിൾ ഉന്തി നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. കുറേ വിഭവങ്ങളും കപ്പപ്പുഴുക്കും എല്ലാം ഉണ്ടായിരുന്നു. സാധാ വെറുംചോറും കറികളൊക്കെ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കപ്പയും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് പിന്നെ ഇന്നൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ. നമ്മൾ തന്നെ പറഞ്ഞതാണ്. ബിരിയാണിയും കഴിച്ചു. പിന്നെ സാധാ ചോറും കറിയൊക്കെ തന്നെ മതിയെന്ന് വിചാരിച്ചിന്ന്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് എഴുതാനും മറക്കരുതേ. ബൈ.